ന്യൂസിലൻഡിന്റെ ഏകദിന പരമ്പരയിൽ അടിയറവ് പറഞ്ഞ് ഇന്ത്യ അവസാന മത്സരത്തിൽ 41 റൺസിന്റെ തോൽവി വഴങ്ങിയതോടെയാണ് പരമ്പര കൈവിട്ടത്. ന്യൂസിലൻഡ് ഉയർത്തിയ 338 റൺസ് പിന്തുടർന്ന ഇന്ത്യ 296 റൺസിന് പുറത്തായി. സെഞ്ചുറിയോടെ വിരാട് കോഹ്ലി പൊരുതി നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല. ഡാരിൽ മിച്ചലാണ് പരമ്പരയിലെ താരം. റൺസ് ഒഴുകുന്ന ഇൻഡോറിലെ പിച്ചിൽ പിന്തുടർന്ന് ജയിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ടോസ് നേടിയിട്ടും നായകൻ ശുഭ്മൻ ഗിൽ ബോളിംഗ് തെരഞ്ഞെടുത്തത്. എന്നാൽ മുൻനിര കളി മറന്നപ്പോൾ ന്യൂസിലൻഡിന് ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിൽ ഏകദിന പരമ്പര. നായകന്റെ തീരുമാനം ശരിവെക്കുന്ന പ്രകടനമാണ് ആദ്യ ഓവറുകളിൽ അർഷ്ദീപ് സിംഗും ഹർഷിത് റാണയും പുറത്തെടുത്തത്. ആദ്യ ഓവറിൽ ഹെൻറി അർഷ്ദീപും രണ്ടാം ഓവറിൽ കോൺവേ റാണയും മടക്കി. വില്ലെങ്ങും വേഗം മടങ്ങിയെങ്കിലും ഡാരി മിച്ചലും ഗ്ലെൻ ഫിലിപ്സും നിലയുറപ്പിച്ചതോടെ കിവീസ് കുതിച്ചു. സെഞ്ചുറി നേടിയ ഡാരിൽ മിച്ചൽ ഗ്ലെൻ ഫിലിപ്സ് സഖ്യം 4-ാം വിക്കറ്റിൽ 219 റൺസ് കൂട്ടിച്ചേർത്തപ്പോൾ ന്യൂസിലൻഡ് സ്കോർ 300 കടന്നു. അവസാന 4 മത്സരത്തിൽ നിന്ന മിച്ചലിന്റെ 3-ാം സെഞ്ചുറിയാണിത്. 331 റൺസ് പിന്തുടർന്ന ഇന്ത്യക്ക് 71 റൺസ് ചേർക്കുന്നതിനിടെ 4 വിക്കറ്റുകൾ നഷ്ടമായി. ഒരറ്റത്ത് നിലയുറപ്പിച്ച വിരാട് കോഹ്ലി 85-ാം രാജ്യാന്തര സെഞ്ചുറി നേടിയെങ്കിലും അനിവാര്യമായ തോൽവി ഒഴിവാക്കാനായില്ല. അർദ്ധ സെഞ്ചുറി നേടിയ നിതീഷ് റെഡ്ഡിയും ഹർഷിത് റാണയും മാത്രമാണ് കോഹ്ലിക്ക് പിന്തുണ നൽകിയത്. ആദ്യ ഏകദിനം കൈവിട്ട ശേഷം ശക്തമായി തിരിച്ചുവന്ന ന്യൂസിലൻഡ് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ ഏകദിന പരമ്പരയും സ്വന്തമാക്കി. സെഞ്ചുറി നേടിയ ഡാരിൽ മിച്ചലാണ് കളിയിലെയും പരമ്പരയിലെയും താരം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.